ശ്രീ എൻ ശ്രീകുമാർ, എങ്ങനെയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ഈ ഒരു ബഡ്ജറ്റിനെ താങ്കൾ നോക്കിക്കാണുന്നത്? അല്പസമയം മുമ്പ് സാമ്പത്തിക വിദഗ്ധനായ ശ്രീ എൻ നയറ്റി സൂചിപ്പിച്ചതുപോലെ തന്നെ BJP നേതാവ് ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ തന്നെ 9 മേഖലകൾക്ക് സമഗ്രമായ പരിഗണന നൽകിക്കൊണ്ട് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റ്, അത് ഭാവി ഭാരതത്തെ സുസ്ഥിരമാക്കാനുള്ള ഒരു ബഡ്ജറ്റാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എങ്ങനെയാണ് താങ്കളുടെ നിരീക്ഷണം? അതായത് ഈ ബജറ്റിനെ കുറിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും പറയുന്നതിന്റെ ആ ഒരു രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ശ്രീ നീതി ചില കാര്യങ്ങൾ അവതരിപ്പിച്ചു. നിഷ്പക്ഷമായി ചിന്തിക്കുകയാണെങ്കിൽ ഇതൊരു പൊതു ബജറ്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ന് ഈ വിഷയത്തിൽ, ഈ ബജറ്റ് അവതരണ വിഷയത്തിൽ പർവ്വതീകരിക്കപ്പെട്ട് വാർത്തകളിൽ വരുന്നത് ബീഹാർ ആന്ധ്ര സഹായത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ട് ബീഹാറിനും ആന്ധ്രയ്ക്കും കൂടുതൽ സഹായങ്ങൾ കൊടുത്തു? കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ അവിടെ എന്തിനു കൊടുത്തു എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ആ ചോദ്യത്തിന് കേന്ദ്ര ഗവൺമെന്റ് ഉത്തരം നൽകണം. കാരണം മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും കൊടുക്കാതെ എന്തുകൊണ്ട് ബീഹാറിനും ആന്ധ്രയ്ക്കും എന്ന് ചോദിക്കുമ്പോൾ, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന കാലത്ത് പ്രതിപക്ഷം പറഞ്ഞൊരു കാര്യമുണ്ട്. ബീഹാറിന്റെയും ആന്ധ്രയുടെയും മുഖ്യമന്ത്രിമാർ പറയുന്നിടത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മന്ത്രിസഭാംഗങ്ങളും ഒപ്പിട്ട് കൊടുക്കേണ്ടി വരുമെന്ന്. അത് കൃത്യമായിട്ടിവിടെ പാലിക്കപ്പെട്ടു. എത്ര ന്യായീകരണങ്ങൾ കൊണ്ടുവന്നാലും ശരി, ബീഹാറും ആന്ധ്രയും ഒക്കെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണോ ഒക്കെ ശരി തന്നെ. പക്ഷെ എന്തുകൊണ്ട് ആ 2 സംസ്ഥാനങ്ങൾ എന്നൊരു ചോദ്യം വന്നാൽ അതിന് ഉത്തരം നൽകേണ്ടി വരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പില് BJP നേരിട്ട ഏറ്റവും വലിയ ആക്ഷേപം തൊഴിലില്ലായ്മയെ കുറിച്ചാണ്. ഇത്തവണ തൊഴിലില്ലായ്മയെ കുറിച്ച് പറയുമ്പോൾ സാമ്പത്തിക സർവേ പ്രകാരം ഒരു വർഷം 80 ലക്ഷം തൊഴിലവസരങ്ങൾ കാണണം എന്നാണ് ഞാൻ വാർത്തയിൽ കണ്ടത്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്. അപ്പൊ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടിയുള്ള ചില വിദ്യകൾ ഈ ബജറ്റിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ഇന്റേൺഷിപ്പിന്റെ കാര്യം വിദ്യാർത്ഥികൾക്ക്, അതുപോലെ നൈപുണ്യയുടെ പേരിൽ സ്ഥാപനങ്ങളിൽ ആദ്യത്തെ ശമ്പളം കൊടുക്കും എന്ന് കൃത്യമായിട്ടൊക്കെ മനസ്സിലാക്കി വരുന്നില്ല. അത് മനസ്സിലാക്കുമ്പോഴേ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുള്ളൂ. പക്ഷെ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള സംവിധാനം എന്താണ്? ഇവിടെ ഈ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ 4 കോടി യുവജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള നൈപുണ്യ നയമുണ്ട്. ഈ 5 വർഷം കൊണ്ടാണ് അത് വിഭാവനം ചെയ്തത്. ഒപ്പം ഈ 20 ലക്ഷം യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനം, 1000 വ്യവസായ പരിശീലന കേന്ദ്രങ്ങൾ, തൊഴിൽ സൃഷ്ടി, നൈപുണ്യ വികസനം എന്നിവയ്ക്കായി 2 ലക്ഷം കോടിയുടെ 5 പദ്ധതികൾ, ഇങ്ങനെ നിരവധി പദ്ധതികളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അല്ല, പദ്ധതികളെ കുറിച്ച് ബജറ്റിൽ പദ്ധതികളല്ലല്ലോ, പ്രഖ്യാപനങ്ങളല്ലല്ലോ കാര്യം. ഇത് ആദ്യമായിട്ട് NDA ഗവൺമെന്റ്, BJP ഗവൺമെന്റിൽ നിന്ന് മാറിയിട്ട് ഇതിപ്പോ NDA ഗവൺമെന്റ് എന്നല്ല നമ്മൾ പറയുന്നത്. കഴിഞ്ഞ തവണത്തെ ബജറ്റിൽ BJPയുടെ ബജറ്റ് എന്നാ പറഞ്ഞിരുന്നത്. ഇപ്പൊ NDAയുടെ ബജറ്റ് എന്ന് കൃത്യമായും പറയേണ്ടി വരും. കാരണം NDAക്ക് വേണ്ടിയാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. ആ ബജറ്റിൽ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. ഇപ്പൊ റെയിൽവേ തന്നെ നിങ്ങൾ നോക്കൂ, എത്ര തൊഴിലവസരങ്ങളുണ്ട്. എന്തുകൊണ്ട് തൊഴിലവസരങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൂട്ടുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല എന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെടുകയാണ്. അവിടെയാണ് ഇവർ ഈ സ്വകാര്യ മേഖലയെ ആശ്രയിച്ചുകൊണ്ടുള്ള തൊഴിലവസരങ്ങൾ കൂട്ടുമെന്നാണ് ഇപ്പൊ നമുക്ക് ഏതാണ്ട് മനസ്സിലാകുന്നത്. കൃത്യമായിട്ട് നമുക്ക് വിവരം മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ, ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം തൊഴിലില്ലായ്മയല്ലേ. ഇപ്പൊ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം എന്തുകൊണ്ടാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണമെന്നും അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നത്? നമ്മുടെ നാട്ടിലത്തെ പട്ടിണി പരിഹരിക്കാൻ ഒരു പരിധി വരെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് കൊണ്ടുവന്ന ആ തൊഴിലുറപ്പ് പദ്ധതി സഹായകമായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതുപോലെയുള്ള പദ്ധതികളാണ് ഇന്ന് കാത്തിരുന്നത്. പക്ഷെ പറയുമ്പോൾ നോക്കൂ, കേരളത്തിൽ തന്നെ നമ്മളൊരു ചെറിയ കേരളം മാത്രമേ എടുത്ത് പറയാം. ഇപ്പൊ എയിംസിന്റെ കാര്യം, എയിംസ് ഇത്തവണ എന്തായാലും കേരളത്തിൽ വരുമെന്നും അത് എവിടെയാ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച നടത്തി. അപ്പൊ BJPയുടെ ജയേന്ദ്രൻ മാസ്റ്ററെ പോലെ ഉള്ളവരൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് പറഞ്ഞിരുന്നത് എന്ന് വെച്ചാൽ, കൃത്യമായിട്ട് ജയേന്ദ്രൻ മാസ്റ്റർ ഞാൻ പറയാനില്ല, BJP പറഞ്ഞിരുന്നത് നമുക്കൊരു കേന്ദ്രമന്ത്രി ഉണ്ടായാൽ ഗുണം കിട്ടുമെന്നാണ്. ഇന്ന് കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി ഇതിനെ കുറിച്ച് പ്രതികരിച്ചിട്ട് പോലുമില്ല ബജറ്റിനെ കുറിച്ച്. അപ്പൊ കേന്ദ്രമന്ത്രി എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത്? കേരളത്തിന്റെ കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യം എന്തായിരുന്നു? വിശദീകരിക്കണ്ടേ? അങ്ങനെ ഒരുപാട് വിഷയങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ട സാഹചര്യത്തിൽ നമ്മളെ ഒരു പൊതു ബജറ്റ് എന്ന രീതിയിൽ, ദേശീയ കാഴ്ചപ്പാടോടെ അവതരിപ്പിച്ച ബജറ്റ് എന്ന രീതിയിൽ ഇതിനെ കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് കാണാൻ കഴിയാത്തത് വെച്ചാൽ, ഞാൻ പറഞ്ഞ 2 സംസ്ഥാനങ്ങളുടെ കാര്യം. ഇനി ഈ 2 സംസ്ഥാനങ്ങളുടെ കാര്യം എന്തുകൊണ്ടാണ്? പ്രതിപക്ഷം പറഞ്ഞിരുന്നു ഈ 2 സംസ്ഥാനങ്ങൾ പ്രത്യേക പാക്കേജ് ആന്ധ്രയ്ക്ക്. ഇത് ആന്ധ്ര എന്ന് തുടങ്ങിയതാ, 2018 തുടങ്ങിയതാ പ്രത്യേക പാക്കേജ്. അന്ന് 2018 ചന്ദ്രബാബു നായിഡു NDAക്കൊപ്പമായിരുന്നു. ജയേന്ദ്ര മാസ്റ്റർക്ക് അറിയാമല്ലോ, NDAക്കൊപ്പമായിരുന്നു.
അന്ന് അവർ NDA വിടാൻ പറഞ്ഞൊരു കാരണം പാക്കേജ് ഇല്ലെന്നുള്ള കാരണമാണ്. അപ്പൊ ഇത്തവണ പാക്കേജ് ഇല്ല, പകരം കുറച്ച് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാക്കേജ് ഇല്ലാത്തതുകൊണ്ട് NDAയിലെ ഈ ചന്ദ്രബാബു നായിഡുവിന്റെ PDPയുടെ സമ്മർദ്ദം ഇനി ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ എത്ര പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടും ഈ ഗവൺമെന്റ് ആടി ഉലയുന്ന ഒരു ഗവൺമെന്റ് ആണെന്നൊരു തോന്നൽ വരുമ്പോൾ ആരാണ്, ഏത് സ്വകാര്യ മേഖലയിലുള്ള സ്വകാര്യ മേഖലയിലുള്ള സംരംഭകരാണ് അല്ലെങ്കിൽ സ്ഥാപനങ്ങളാണ് ഈ ഗവൺമെന്റിനെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുക? ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ ബജറ്റ് ഇപ്പൊ അവതരിപ്പിച്ചതോടെ ചർച്ച ചെയ്യേണ്ടി വരികയാണ്. പക്ഷേ നമ്മൾ നോക്കൂ, ഈ ഗവൺമെന്റ് തുടക്കം ഉണ്ടായിട്ടുള്ളൂ. 5 വർഷം കൊണ്ട് നടപ്പാക്കുന്ന പറയുന്നത് അതിപ്പം അടുത്ത വർഷമാകുമ്പോൾ 4 വർഷവും അതിന്റെ അടുത്ത വർഷവും 3 വർഷവും അങ്ങനെയാണ് സാധാരണ പറഞ്ഞു വരുന്നത്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഈ നമ്മുടെ നാട്ടിലത്തെ അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതർ അവർ കാത്തിരുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളാണ്. ആ നിയമനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യം വരികയല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് BJPക്ക് ഒരു സാമ്പത്തിക നയമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. BJPക്ക് ഒരു സാമ്പത്തിക നയമുണ്ട്. പക്ഷെ NDAയിലെ സംസ്ഥാനാടിസ്ഥാനത്തിൽ പ്രബലമായ കക്ഷികൾക്ക് എന്ത് ദേശീയ കാഴ്ചപ്പാടോടെയുള്ള സാമ്പത്തിക നയമാണ് ഉള്ളത്? ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിക്ക് ആന്ധ്രയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക നയമേ ഉള്ളൂ. നിതീഷ് കുമാറിന് ബീഹാറുമായി ബന്ധപ്പെട്ട സാമ്പത്തിക നയമേ ഉള്ളൂ. അതുപോലെയുള്ള സാമ്പത്തിക നയങ്ങളും BJPയുടെ ദേശീയ കാഴ്ചപ്പാടോടെ ഉണ്ടെന്ന് അവർ പറഞ്ഞിരുന്ന സാമ്പത്തിക നയമാണ്. ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതും കാണാനില്ല. ആ സാമ്പത്തിക നയം എങ്ങനെ യോജിച്ചു പോകും? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പൊതു ചർച്ചയ്ക്ക് ഈ ബജറ്റിനെ വിശകലനമാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം മറ്റു സംസ്ഥാനങ്ങളെ കൂടി താരതമ്യം ചെയ്യാൻ നമുക്കിപ്പോ കഴിയുന്നില്ല. അതാണ് എയിംസിന്റെ മാത്രം ഉദാഹരണം പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാല്, നമ്മൾ ഇത്തരത്തിലൊരു ബജറ്റ് ആദ്യമായി അവതരിപ്പിക്കുമ്പോൾ സാധാരണഗതിയില് തീരെ പാവപ്പെട്ടവർക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്. ഇതിപ്പോ ആദായ നികുതിയെ കുറിച്ചുള്ളതുകൊണ്ട് അതൊക്കെ ഏത് വിഭാഗത്തിൽപ്പെടുന്നവരാണ്? ആദായ നികുതി അടയ്ക്കുന്നവരല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള വിഭാഗത്തിലുള്ളവർക്കൊക്കെ ചില സംബന്ധിക്കാൻ സ്വർണത്തിന് വില കുറയാം, വെള്ളിക്ക് വില കുറയാം, ഒക്കെ ശരി തന്നെ. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇപ്പൊ കർഷകരുടെ കാര്യം, കർഷകർക്ക് പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് പ്രഖ്യാപിച്ചതെന്ന് വെച്ചാൽ ഞാൻ 2 കാര്യം എന്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം. കർഷക സമരത്തെ ഈ ഗവൺമെന്റ് ഭയപ്പെടുന്നുണ്ട്. അപ്പൊ കർഷക സമരത്തെ ഭയപ്പെടുമ്പോൾ കർഷകർക്കായിട്ട് ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന് വരുത്താനുള്ള നീക്കമായിരിക്കാം അത്. പക്ഷെ അവിടെയും കർഷകരുടെ രാജ്യമെന്ന് നമ്മൾ കരുതുന്ന പഞ്ചാബിനെ കുറിച്ച് മിണ്ടുന്നില്ല.